ഹലോ നമസ്കാരം. നമ്മൾ പ്രവൃത്തിയും ഊർജ്ജവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രവൃത്തി ഏകദേശം അങ്ങ് തീർന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തിൻ്റെ രണ്ട് വിഭാഗം എന്ന് വെച്ചാൽ പോസിറ്റീവ് പ്രവൃത്തിയും പറഞ്ഞ് നെഗറ്റീവ് പ്രവൃത്തിയും പറഞ്ഞ്. ആദ്യം പ്രവൃത്തി എന്താന്ന് പറഞ്ഞ്, പിന്നെ പ്രവൃത്തി തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ബലം കൊടുത്താൽ മാത്രം പോരാ, ബലം കൊടുക്കുമ്പോൾ വസ്തുവിന് സ്ഥാനാന്തരം കൂടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലേ അതിന് പ്രവൃത്തിയായിട്ട് പരിഗണിക്കുള്ളൂ. അങ്ങനെ പ്രവൃത്തിക്ക് നമ്മളൊരു സമവാക്യമൊക്കെ ഉണ്ടാക്കി. ഡബ്ല്യു സമം, പ്രവൃത്തി ഇംഗ്ലീഷിൽ വർക്ക് എന്ന് പറയും, അതുകൊണ്ട് ഡബ്ല്യു സമം ഫോഴ്സ് ഗുണിക്കണം ബലം ഗുണിക്കണം സ്ഥാനാന്തരം FS. അതുപോലെ ഒരു സമവാക്യം കൂടെ ഉണ്ടാണല്ലോ, ഡബ്ല്യു സമം mgh. അങ്ങനെ രണ്ട് സമവാക്യങ്ങളാണ് നമ്മൾ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചത്. പിന്നെ പോസിറ്റീവ് പ്രവൃത്തി എന്താ, നെഗറ്റീവ് പ്രവൃത്തി എന്താന്ന് പറഞ്ഞു. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബലം കൊടുക്കുകയും ചെയ്യാം. ബലം കൊടുക്കുമ്പോൾ ബലം കൊടുത്ത അതേ ദിശയിലേക്ക് തന്നെ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് പ്രവൃത്തി എന്ന് വിളിക്കും. ബലം കൊടുത്തിട്ട് കൊടുക്കുന്ന ബലത്തിൻ്റെ എതിർ ദിശയിലാണ് വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായതെങ്കിൽ അതിനെ നെഗറ്റീവ് പ്രവൃത്തി എന്ന് വിളിക്കും. അതുപോലെ അതിനുള്ള കുറേ എക്സാമ്പിൾസൊക്കെ പറഞ്ഞ്, ഒരു വസ്തുവിനെ വലിച്ചു നീക്കുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവും, വലിച്ചു നീക്കുമ്പോൾ ആ വലിച്ചു നീക്കുന്ന ആൾ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവുമാണ്. ഈ പേജിൽ ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിനെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് തരംതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനി ബാക്കിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. പ്രവൃത്തി കഴിഞ്ഞ് ബാക്കിയുള്ളത് ഊർജ്ജം. അപ്പോൾ ഊർജ്ജത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടി തുടങ്ങാം. എന്താ ഊർജ്ജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനം എന്നുള്ള ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് നമുക്ക് നല്ലോണം വർക്ക് ചെയ്യണമെങ്കിൽ നല്ല എനർജി വേണ്ടേ? അവിടെ കുറേ എനർജി ഉണ്ടെങ്കിലല്ലേ കുറേ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. റെഡി? എനർജി കുറവാണെങ്കിലോ വർക്കിംഗ് എല്ലാം കുറവായിരിക്കും, മെല്ലെ ലേശം വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അത് തന്നെയാണ് സംഭവം ഇവിടെ വരുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള എന്തോ ഒരു സംഗതി, അതാണ് ഊർജ്ജം എന്ന് പറയുക. എന്തെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. ഇവിടെ എന്ന് വെച്ചാൽ കൂടുതൽ ഊർജ്ജം ഉണ്ടെങ്കിൽ കൂടുതൽ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഊർജ്ജം എന്ന് വിളിക്കുക. ശരി, ഊർജ്ജം എന്തൊക്കെ ഊർജ്ജം ഉണ്ടെന്ന് വെച്ചാൽ കുറേ ഊർജ്ജമുണ്ട്, കുറേ തരത്തിലുണ്ട്. നമ്മൾ കാണുന്ന ഒരുപാട് ഊർജ്ജമുണ്ട് നിത്യജീവിതത്തിൽ. വൈദ്യുതോർജ്ജമില്ലേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ആദ്യം പറയാൻ തോന്നുന്നു അതാ. എന്നുവെച്ചാൽ ഫുള്ള് കറണ്ടിൻ്റെ പരിപാടിയല്ലേ ഇപ്പോൾ, ഇലക്ട്രിക് പരിപാടികളാണ്. വൈദ്യുതോർജ്ജമുണ്ട്. യാന്ത്രികോർജ്ജമില്ലേ, യാന്ത്രികോർജ്ജമുണ്ട്. താപോർജ്ജം, പിന്നെ പ്രകാശോർജ്ജമുണ്ട്, പ്രകാശോർജ്ജം. ശബ്ദോർജ്ജം പറയുന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നില്ലേ, ശബ്ദോർജ്ജമുണ്ട്. അതുപോലെ യാന്ത്രികോർജ്ജം പറഞ്ഞല്ലേ, രാസോർജ്ജം ഇല്ലേ, രാസോർജ്ജം. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഊർജ്ജമുണ്ട്. നമ്മൾ മെയിനായിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇയാളെ പറ്റിയിട്ടാണ്, യാന്ത്രികോർജ്ജം. ഇവിടെ ഒരുപാട് ടൈപ്പ് ഊർജ്ജങ്ങളുണ്ട്, ഒരുപാട് തരം ഊർജ്ജമുണ്ട്. അതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത് പഠിക്കാൻ പോകുന്നത് യാന്ത്രികോർജ്ജത്തിനെ പറ്റിയിട്ട്. അപ്പോൾ ഊർജ്ജം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ ഊർജ്ജം എന്ന് വിളിക്കുക. ശരി, ഊർജ്ജത്തിനൊരു യൂണിറ്റ് വേണം. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജെ അല്ലെങ്കിൽ ജൂളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ജൂൾ എവിടെയും കണ്ടിനോ? യെസ്, ഇത് പ്രവൃത്തിൻ്റെ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ പ്രവൃത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെതും സെയിം യൂണിറ്റാണ്, ഒരേ യൂണിറ്റാണ്. വിലയിരുത്താമല്ലോ, ഒന്നാമത്തെ ക്വസ്റ്റ്യനായിട്ട് കിടക്കുന്നുണ്ട്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് വരുന്ന എന്താ ഉള്ളതെന്ന് ചോദിച്ചിട്ട്. യെസ്, അത് ഊർജ്ജമാണ്. പ്രവൃത്തിയുടെയും ഊർജ്ജത്തിൻ്റെയും യൂണിറ്റ് വരുന്നത് SI യൂണിറ്റ് കേട്ടോ. SI യൂണിറ്റ് വരുന്നത് ജൂളാണ്. ജെ എന്ന വലിയ അക്ഷരം ജെ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. ഇനി ജൂള് മാത്രമാണോ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ജൂള് മാത്രമൊന്നുമല്ല, ഒരു യൂണിറ്റും കൂടെ ഉണ്ട്. വേറൊരു യൂണിറ്റ് നമ്മൾ സ്ഥിരം നിത്യജീവിതത്തിൽ കാണുന്ന മറ്റൊരു യൂണിറ്റ് ഉണ്ട്. SI യൂണിറ്റ് അല്ല, SI യൂണിറ്റ് ജൂളാണ്. വേറൊരു യൂണിറ്റ് അതിനെ കലോറി എന്ന് പറയും. CAL വെച്ചിട്ടാണ് കാണിക്കുക, കലോറി. ഇതെവിടെയാണ് കണ്ടതെന്നല്ലേ? ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ലേസ് സാധനമൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ ബേക്കിൽ ചെറിയതാക്കി, വളരെ ചെറുതാക്കി എഴുതി വെച്ചിട്ടുണ്ടാവും ഇതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും. അതുപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം പോലെയുള്ള സംഗതി, എനർജിനെ പറ്റി ഉണ്ടാവും, ഷുഗറിനെ പറ്റി ഉണ്ടാവും, അതുപോലെ പ്രോട്ടീൻ, അങ്ങനെ കുറേ സാധനങ്ങൾ ഈ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ പാക്കറ്റിൻ്റെ ഒക്കെ ബേക്കിലായിട്ട് ചെറുതാക്കി എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ ഒക്കെ നിങ്ങൾ കാണാം കലോറിയിലാണ്, ജൂളിൽ കാണൂല. ഊർജ്ജം എനർജീനെ പറ്റിയിട്ട് കലോറി എന്ന് പറയുന്ന യൂണിറ്റിലാണ് കാണാം. ഒന്നെങ്കിൽ കലോറി ഉണ്ടാവും, അല്ലെങ്കിൽ കെ കലോറി എന്ന് കാണാം. CAL വെച്ചിട്ട് കേട്ടോ കലോറീനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കെ കലോറി എന്ന് കാണാം, അല്ലെങ്കിൽ കലോറി എന്ന് കാണാം. ജൂളെന്ന് അങ്ങനെ കാണൂല. ഭക്ഷണ പദാർത്ഥത്തിലൊക്കെ കാണിക്കുന്ന, ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജം കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് കലോറിയാണ്, കലോറി, ജൂളല്ല.
ജൂള് SI യൂണിറ്റാണ്. അപ്പോൾ ഈ ജൂളും കലോറിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബന്ധമുണ്ട്. ഒരു കലോറി എന്തിന് തുല്യമാണ്? 4.2 ജൂളിന് തുല്യമാണ്. ഒരു കലോറി 4.2 ജൂളിന് തുല്യമാണ്. ഒരു കലോറി 4.2 ജൂളാണെങ്കിൽ 1000 കലോറി എത്ര ജൂളായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു കലോറി ഇവിടെ കാണുന്നില്ലേ, ഒരു കലോറീനെ നമ്മൾ 1000 ആക്കി, 1000 കലോറി ആക്കി എന്ന് വെച്ചാൽ 1000 കൊണ്ട് ഗുണിച്ച്. ഒരു കലോറി 4.2 ജൂളാണെങ്കിൽ 1000 കലോറി 4.2നെ 1000 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ 4200 എന്ന് വരും. 4200 ജൂളാണ്. ഈ 1000 കലോറി എന്നിങ്ങനെ നീട്ടി വലിച്ച് ഇങ്ങനെ എഴുതുമൊന്നും വേണ്ട. അതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് എഴുതും. ഒരു K കലോറി. ഏതായി K? K എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 1000 എന്നാ. K എന്ന് പറഞ്ഞാൽ 1000 എന്നത് ചെറുതാക്കി എഴുതി വെച്ചതാ K. ഒരു K ലൈക്ക് എന്നൊക്കെ കേട്ടില്ലേ, ഒരു K ലൈക്ക്. പിന്നെ ഒരു kg. kg കിലോഗ്രാം. കണ്ടോ, കിലോഗ്രാം. km കിലോമീറ്റർ. അപ്പോൾ ഈ K കൊണ്ട് ഉദ്ദേശിക്കുന്ന എത്രയാണ്? അത് 1000 എന്നുള്ള നമ്പറാണ്. അതുപോലെ ഈ പറഞ്ഞതുപോലെ 1000 കലോറി എന്നിങ്ങനെ നീട്ടി എഴുതുന്നതിന് പകരം നമ്മൾ ഷോർട്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഒരു K കലോറി എന്ന് എഴുതും. അപ്പോൾ ഒരു K കലോറി എന്തിന് തുല്യമാണ്? അത് 4200 ജൂളിന് തുല്യമാണ്. ഒരു K കലോറി 4200 ജൂളിന് തുല്യമാണ്. ഇതിലാകെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം എന്നുള്ളത് ഈ ഒരു കാര്യം മാത്രം. ആദ്യത്തെ ഈ ഒരു പോയിന്റ് റെഡി ആണെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. K എന്ന് കണ്ട 1000 ആണെന്ന് മനസ്സിലാക്കണം. K കണ്ടോ 1000 ആണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം ചെയ്യാം. ആകെ ഇതിൽ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് വെക്കേണ്ടത് ഒരു കലോറി എത്ര ജൂളാണ് എന്നറിയണം. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷനാണ്, മാറ്റുന്ന പരിപാടി. അങ്ങനെ ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഒരു മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിൻ്റെ അളവ് ഏകദേശം 840 കിലോ ജൂളാണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും? കണ്ടോ, 840 കിലോ ജൂളാണ് ഒരു മാമ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള ഊർജത്തിൻ്റെ അളവ്. നമ്മളോട് ചോദിച്ചെന്താ, ഇത് എത്ര കലോറിക്ക് തുല്യമാണ് എന്ന് വെച്ചാൽ കിലോ ജൂളിനെ നമ്മൾ കലോറിയിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റണമെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം അറിയണം. ബന്ധം എവിടെ നിന്ന് കിട്ടും? ഇത് ഇവിടെ ഉണ്ട്. ഒരു കലോറി 4.2 ജൂള, ഒരു K കലോറി 4200 ജൂള. അതറിയെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടി പറ്റും. എളുപ്പമാണ്, ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്ന കാര്യം എടുത്ത് എഴുതി വെക്കാം. മാമ്പഴത്തിൻ്റെ ഊർജ്ജം ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, അതാദ്യം എടുത്ത് എഴുതി വെക്കാം എന്തായാലും. എന്നിട്ട് ബാക്കിയിലേക്ക് നോക്കാം. യെസ്, ഈ മാമ്പഴത്തിലെ ഊർജ്ജം വരുന്നത് 840 കിലോ ജൂൾ. കണ്ടോ, കിലോ ജൂൾ. ഈ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. 840 കിലോ ജൂൾ. ഇതിനെ നമ്മൾ ജൂളിലേക്ക് ആദ്യം ഒന്ന് മാറ്റാം. ഇവിടെ ജൂളിലേക്ക് മാറ്റുമ്പോൾ K ഉണ്ടോ, Kനെ പിടിച്ച് 1000 ആക്കി. 1000 എന്ന് പറഞ്ഞാൽ 3 0 അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. 840 Kക്ക് പകരം 3 0, 1000ൻ്റെ 3 0. ഇത്രയും ജൂളായിരിക്കും. ഇത് 5 അല്ലേ, ഇത് ജൂളാണ്. അപ്പോൾ കിലോ ജൂളിനെ നമ്മൾ ആദ്യം എന്താക്കി, ജൂളാക്കി മാറ്റി വെച്ച്. ഇനി ഈ ചോദ്യത്തിന് ഈ രീതിയിലൊന്ന് മാറ്റി വായിച്ചു നോക്കി. ഇത് എത്രയാണ് നമ്പർ വരുന്നത്? 1, 10, 100, 1000, 10000, ലക്ഷം. അപ്പോൾ 8,40,000 ജൂള്. നമ്മുടെ ചോദ്യം 840 കിലോ ജൂൾ എത്ര കലോറിയാണെന്നാണ് നമ്മൾ മാറ്റി വായിക്കുന്നത്. 8,40,000 ജൂള് എത്ര കലോറിക്ക് തുല്യം? ഇതിന് പകരം നമ്മളിതാ ഇതെങ്ങനെ എഴുതി കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കാം. 8,40,000. അതിനിടയ്ക്ക് നമുക്ക് അറിയുന്ന കാര്യം അവിടെ എഴുതി വെക്കാം. ഒരു കലോറി 4.2 ജൂളിന് തുല്യമാണെന്നറിയാം. നേരെ തിരിച്ചൊന്ന് എഴുതി. 4 പോയിൻറ്റ് 2 ജൂള്. 4.2 ജൂള് ഒരു കലോറിക്ക് തുല്യമാണ് എന്ന് നമുക്കറിയാം. 4.2 ജൂള് ഒരു കലോറിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുള്ള ചോദ്യം 8,40,000. ഈ നമ്പറൊന്നും കണ്ട് പേടിക്കേണ്ട, എളുപ്പമാണ്, സിമ്പിളാണ്. 8,40,000 ജൂള് എത്ര കലോറിയാണ് എന്ന് വേണം കണ്ടുപിടിക്കാൻ. എത്ര കലോറി എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 4.2 ജൂളാണ് ഒരു കലോറി എങ്കിൽ 8,40,000 ജൂൾ എത്ര കലോറിയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 8,40,000 4.2 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. അതായത് 8,40,000 ഹരിക്കണം 4.2. ഈ 84 42 കണ്ടോ, 42ൻ്റെ ഇരട്ടിയല്ലേ 84. അപ്പോൾ വെട്ടാൻ എളുപ്പമല്ലേ. നമ്പർ കണ്ടിട്ട് ബീറതൊന്നും വേണ്ട, ഹരിക്കാൻ എളുപ്പമുള്ള നമ്പറാണ് തന്നിട്ടുള്ളത്.
ഇതെങ്ങനെയാണ് ഹരിക്കുക? താഴെ ഒരു പോയിന്റ് കാണുന്നുണ്ട്, പോയിന്റിനെ മാറ്റാൻ വേണ്ടി താഴെ ഒരു 10 കൊണ്ട് ഗുണിക്കും. അങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഇപ്പുറത്തോട്ട് കയറി നിൽക്കും. അതായത് 42.0 എന്ന് വരും. 42.0 എന്ന് പറഞ്ഞാൽ 42 തന്നെ. താഴെ 10 കൊണ്ട് ഗുണിച്ചാൽ നമ്പർ മാറിപ്പോവും. അതുകൊണ്ട് താഴെ ചെയ്യുന്ന അതേ പരിപാടി മേലെയും ചെയ്യണം. മേലെയും 10 കൊണ്ട് ഗുണിക്കുന്നു. 10 കൊണ്ട് ഗുണിച്ചാൽ ഒരു 0 കയറി നിൽക്കൂലേ? ഹരിക്കാം. 84-ലും 42-ലും പൊതുവായിട്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ 2 ഉണ്ട്, ശരിയാണ്. പക്ഷേ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ പെട്ടെന്ന് പരിപാടി തീരും. 2-ലും പൊതുവായിട്ട് ഒറ്റ നോട്ടത്തിൽ 42-ൻ്റെ ഇരട്ടിയാണ് 84. അപ്പോൾ 42-ൽ ഒരു 42 42, 84-ലോ 2 42 84. ബാക്കി എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4 5 പൂജ്യം. 1 2 3 4 5. ഇത്രയും കലോറി എന്ന് വരും. ഇതെത്രയാണ്? 50 100 1000 10000 ലക്ഷം 2 ലക്ഷം 2 ലക്ഷം കലോറി എന്ന് വരും. അപ്പോൾ 2 ലക്ഷം കലോറി ഉണ്ടാവും ഒരു 840 കിലോ ജൂളുള്ള അത്രയും ഊർജ്ജം അടങ്ങിയിട്ടുള്ള ഒരു മാങ്ങേൻ്റെ അകത്ത്. സിമ്പിളല്ലേ? ഒന്നുമില്ല, ഇതവിടെ പഠിച്ചു വെക്കുക. ഈ ആദ്യത്തെ പോയിൻ്റ് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ബാക്കി ഇത് രണ്ടും അതിൻ്റെ കൂട്ടത്തിലങ്ങ് വന്നോളും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഊർജ്ജത്തിൻ്റെ 2 യൂണിറ്റിനെ പറ്റിയിട്ടാണ്. ഒന്നാമത്തെ യൂണിറ്റ് അത് ജൂളാണ്, പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് തന്നെ. അതുപോലെ മറ്റൊരു യൂണിറ്റും കൂടെ ഉണ്ട്, അത് SI യൂണിറ്റ് അല്ല, SI യൂണിറ്റ് ജൂളാ. അതല്ലാണ്ട് വേറൊരു യൂണിറ്റും കൂടെ ഉണ്ട്, അതിൻ്റെ പേരാണ് കലോറി. CAL വെച്ചിട്ടാണ് നമ്മളതിനെ കാണിക്കുക. അങ്ങനെ 2 യൂണിറ്റുകളാണുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഊർജ്ജം ഒരുപാട് തരത്തിലുണ്ടല്ലോ. അതിലുള്ള യാന്ത്രികോർജ്ജത്തിനെ നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്തിട്ട് ഈ പാഠത്തിൽ വിശകലനം ചെയ്യാൻ വേണ്ടി പോവാം. യാന്ത്രികോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ ജസ്റ്റ് എന്തൊക്കെ പരിപാടി എന്നുള്ള കാര്യം വെറുതെ ഒന്ന് ആദ്യം പറഞ്ഞേക്കാം. വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ മതി. യാന്ത്രികോർജ്ജം, ഊർജ്ജം കുറേ തരത്തിലുണ്ട്. അതിൽ യാന്ത്രികോർജ്ജം എടുത്ത്, ഈ യാന്ത്രികോർജ്ജം 2 തരത്തിലുണ്ട്. അത് സ്ഥിതികോർജ്ജമാവാം അല്ലെങ്കിൽ ഗതികോർജ്ജമാവാം. അല്ലെങ്കിൽ യാന്ത്രികോർജ്ജത്തിൻ്റെ 2 പ്രധാനമായിട്ട് യാന്ത്രികോർജ്ജത്തെ 2ആയിട്ട് തിരിക്കാം. ഒന്ന് സ്ഥിതികോർജ്ജം, ഗതികോർജ്ജം. സ്ഥിതികോർജ്ജം ലഭിക്കാൻ, വസ്തുവിന് സ്ഥിതികോർജ്ജം ലഭിക്കാൻ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ഥാനം മൂലം വസ്തുവിന് സ്ഥിതികോർജ്ജം ലഭിക്കാം. അതുപോലെ മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ മൂലവും വസ്തുവിന് എന്ത് ലഭിക്കാം? സ്ഥിതികോർജ്ജം ലഭിക്കാം. അപ്പോൾ എന്താണ് യാന്ത്രികോർജ്ജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാന്ത്രികോർജ്ജം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം മൂലം അല്ലെങ്കിൽ സ്ഥാനം മൂലം, അതും അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം കിട്ടുന്ന ഊർജ്ജത്തിനെയാണ് നമ്മൾ യാന്ത്രികോർജ്ജം എന്ന് വിളിക്കുക. അതിൻ്റെ നിർവചനം തൊട്ടിപ്പുറത്തുണ്ട്, വായിച്ചു നോക്കാം. യാന്ത്രികോർജ്ജം ഇംഗ്ലീഷിൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയും. വെറുതെ ഒന്ന് ഇംഗ്ലീഷ് പേരും കൂടെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണോ? യെസ്, യാന്ത്രികോർജ്ജം. യന്ത്രം മെക്കാനിക്കൽ അത് കിട്ടുമല്ലോ. യെസ്, യാന്ത്രികോർജ്ജം. എന്താ യാന്ത്രികോർജ്ജം? ചലനം മൂലം, വസ്തുവിൻ്റെ ചലനം മൂലം അല്ലെങ്കിൽ സ്ഥാനം മൂലം, അതും അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം എന്നാണ് പറഞ്ഞത്. ചലനം എന്നും സ്ഥാനം എന്നൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതല്ലാണ്ട് ഒരാൾ കൂടെ ഉണ്ട് ഇവിടെ, കോൺഫിഗറേഷൻ. അവനെയും കൂടി റെഡി ആയാലും വേറെ ഒരു പ്രശ്നമില്ല. അപ്പോൾ യാന്ത്രികോർജ്ജത്തിനെ പറ്റി നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നു. യാന്ത്രികോർജ്ജം 2 തരത്തിലുണ്ട്, സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും. എന്താ യാന്ത്രികോർജ്ജം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, വസ്തുക്കൾക്ക് അതിൻ്റെ സ്ഥാനം കൊണ്ടോ ചലനം കൊണ്ടോ കോൺഫിഗറേഷൻ കൊണ്ടോ ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ട് കിട്ടുന്ന ഊർജ്ജത്തിനെ നമ്മൾ വിളിക്കും യാന്ത്രികോർജ്ജം. ഈ യാന്ത്രികോർജ്ജത്തിന് സ്ഥിതികോർജ്ജം, ഗതികോർജ്ജം എന്ന് പറഞ്ഞ് 2 ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. യെസ്, ഇതിൻ്റെ നിർവചനം നോക്കുമ്പോൾ ഇവിടെ കണ്ടോ, ചലനം മൂലം, സ്ഥാനം മൂലം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലം. ഇവിടെ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന വസ്തുക്കൾക്ക് അതിൻ്റെ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജത്തിനെ നമ്മൾ വിളിക്കും സ്ഥിതികോർജ്ജം. ഇനി വസ്തുക്കൾക്ക് അതിൻ്റെ ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജത്തിനെ നമ്മൾ വിളിക്കും ഗതികോർജ്ജം. ചലനം മൂലമോ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ആണ് ഊർജ്ജം ലഭിക്കുന്നതിന് എങ്കിൽ അതിനെ പൊതുവായിട്ട് നമ്മൾ യാന്ത്രികോർജ്ജം എന്ന് പറയും. ചലനം മൂലമാണ് ലഭിക്കുന്നതെങ്കിൽ, ചലനം മൂലമാണ് ഊർജ്ജം ലഭിക്കുന്നതെങ്കിൽ അതിനെ സ്പെഷ്യലായിട്ട് ഗതികോർജ്ജം എന്ന് പറയും, കൈനറ്റിക് എനർജി എന്ന് ഇംഗ്ലീഷിൽ. ഇനി സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ആണെങ്കിൽ അതിനെ സ്ഥിതികോർജ്ജം എന്ന് പറയും. ഇപ്പുറത്തുണ്ട് സ്ഥിതികോർജ്ജം. ഈ 2 ചിത്രം കണ്ടോ,
അതിൽ ഒന്നാമത്തെ ഈ കാറിനെ ഒരു ചെരിവേലത്തിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെറുതെ മേലെ വെച്ച കാറിനെ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ അത് ഉരുണ്ട് ഇങ്ങനെ താഴേക്ക് വരും. ഇങ്ങനെ താഴേക്ക് വരാനുള്ള ഊർജ്ജം ഇതിന് ഇവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റ് കൊണ്ട് കിട്ടിയ ഊർജ്ജം. ഇത്രയും ഉയരത്തിൽ നിർത്തിയോണ്ടാണ് അതിങ്ങനെ ഉരുണ്ട് വന്നത്. നിരപ്പായ ഒരു തറയിൽ കാറിന് വെറുതെ വെച്ചാൽ അത് നീങ്ങൂലല്ലോ. ഉയരത്തിലേക്ക് വെക്കുമ്പോൾ അതിന് നീങ്ങാനുള്ള ആ ഒരു ഊർജ്ജം കിട്ടിയേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ കാറിന് ഊർജ്ജം കിട്ടാൻ കാരണം അതിൻ്റെ സ്ഥാനമാണെന്ന് പറയാം. ഒന്നാമത്തെ കണ്ടീഷൻ നോക്ക്, ഇതൊരു അമ്പും വില്ലുമാണ്. ഈ അമ്പും വില്ലും ആദ്യം ഈ വയറ് പോലത്തെ സാധനമില്ലേ അത് നേരെ ഉണ്ടാവുക. ഇനി ഈ അമ്പും വില്ലിൻ്റെ മുകളിൽ ഇത് വെച്ച് ഇങ്ങനെ പുറയിലേക്ക് വലിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറിയിട്ട് ഇപ്പോൾ ഉള്ള പോലെ ഈ രീതിയിലേക്ക് അവിടെ കിടക്കും. ആദ്യം ഇത് നേരെ ഉണ്ടാവുക. ഈ അമ്പും വില്ലു സെറ്റ് ചെയ്ത് ഒന്ന് പുറയിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ വയറ് പോലത്തെ സാധനമില്ലേ, ഈ ചരട് പോലത്തെ സാധനം, അതിൻ്റെ ഷേപ്പ് അങ്ങ് മാറിയില്ലേ, അതിൻ്റെ കോലം മാറി, അതിൻ്റെ രൂപം മാറിയില്ല, ഷേപ്പ് മാറി എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ വലിച്ച് വെച്ചിട്ട് വിടുമ്പോൾ മാത്രമേ ഈ അമ്പ് പോകുന്നുള്ളൂ. നേരെ വെറുതെ വെച്ചിട്ട് വിടുമ്പോൾ ഈ അമ്പ് പോകുന്നില്ലല്ലോ, ഇല്ല. അങ്ങനെ വലിച്ച് വെക്കുമ്പോൾ അതിൽ ഒരു ഊർജ്ജം സംഭരിക്കപ്പെടും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം. ഈ കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം ലഭിക്കുന്നത് ഒന്ന് അമ്പും വില്ലിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞ്. വേറെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രിങ്ങിനകത്ത് ഒരു സ്പ്രിങ് എടുക്കുക, ഒരു വലിയൊരു സ്പ്രിങ് എടുത്ത്, അല്ലെങ്കിൽ ചെറിയ സ്പ്രിങ് ഏതെങ്കിലും ഒരു സ്പ്രിങ് എടുത്ത് ഈ സ്പ്രിങ്ങിനെ പിടിച്ചങ്ങ് അമർത്തുക. എന്ന് വെച്ചാൽ നമ്മുടെ കൈ വെച്ചിട്ട് മേലേന്ന് ഏതെങ്കിലും ഒരുത്തേൽ സ്പ്രിങ് വെക്കുക, എന്നിട്ട് മേലേന്ന് പിടിച്ചങ്ങ് അമർത്തുക. അങ്ങനെയാണെങ്കിൽ അമർത്തി കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങിൻ്റെ കോലം മാറും. ഈ രീതിയിലാവും. ഇത്രയും വലുപ്പം ഉണ്ടാവില്ല, അങ്ങ് ചെറുതായി പോകും. ഇപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ പിടിച്ച് വെച്ചിട്ടുള്ള ഈ കൈ എടുത്ത് കളഞ്ഞാൽ എന്താവും, പഴയ രൂപത്തിലേക്ക്, ഈ രൂപത്തിലേക്ക് തന്നെ ആ സ്പ്രിങ് തിരിച്ചു വരും, പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി ഇതിന് ഇവിടുന്ന് ഊർജ്ജം കിട്ടിയേ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് കോൺഫിഗറേഷൻ മൂലം കിട്ടിയ ഊർജ്ജം. അപ്പോൾ സ്ഥിതികോർജ്ജം കിട്ടാൻ രണ്ട് വഴികളാണുള്ളത്. ഒന്ന് സ്ഥാനം മൂലം കിട്ടാം, അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലവും കിട്ടാം. കോൺഫിഗറേഷൻ മൂലം കിട്ടുന്ന ഊർജ്ജത്തിന് ഉദാഹരണമാണ് ഒന്ന് അമ്പും വില്ലിൻ്റെ അകത്തുനിന്ന് അമ്പ് പോകാനുള്ള ഊർജ്ജം, അമ്പിനെ അങ്ങനെ ദൂരോട്ടേക്ക് പോകാൻ വേണ്ടി കിട്ടുന്ന ഊർജ്ജത്തിൻ്റെ അളവ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ്ങിനകത്ത് അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിനകത്തെ ഊർജ്ജം, അത് കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം. വേറെ ഉണ്ടോ? ടെക്സ്റ്റിനകത്ത് കൊടുത്ത നല്ല ഒരു ഉദാഹരണമുണ്ട്. പോൾ വാൾട്ട് കളിക്കാരനില്ലേ, ഈ കമ്പ് കുത്തി ചാടുന്നൊരു പരിപാടിയില്ലേ, അതിനാ പോൾ വാൾട്ട് എന്ന് പറയും. നമ്മൾ പണ്ട് മുന്നത്തെ ചാപ്റ്ററിൽ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. പോൾ വാൾട്ട് കളിക്കാരൻ വീഴുമ്പോൾ അവിടെ ഫോം ബെഡ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്, ആ പോൾ വാൾട്ട് കളിക്കാരൻ ആ ഓടി വന്ന് ഒരു കമ്പിൽ കുത്തിയിട്ടല്ലേ മറിയുന്നത്. അങ്ങനെ ആ കമ്പ് ഒരു ഭാഗത്ത് എവിടെയെങ്കിലും തറയിൽ കൊണ്ടുപോയി അമർത്തുമ്പോൾ ഈ കമ്പിൻ്റെ ഷേപ്പ് മാറും. ഇവിടെ കമ്പ് ആദ്യം നേരെ ഉണ്ടാവുക, ഈ കമ്പിൻ്റെ ഷേപ്പ് ഒന്നങ്ങ് വളയും, എന്നിട്ടാണ് ഇയാൾക്ക് ഇങ്ങോട്ട് ചാടാൻ വേണ്ടി പറ്റുന്നത്. വളഞ്ഞിട്ട് പിന്നെ ഇതങ്ങ് നേരെയാവും. ആ നേരെയാകുന്ന സമയത്ത് എന്തോ ഒരു ഊർജ്ജം കിട്ടുന്നതുകൊണ്ടാണ് നേരെ തിരിച്ചു വരുന്നത്. ആ കിട്ടുന്ന ഊർജ്ജം കൊണ്ടാണ് മൂപ്പര് കൂടുതൽ ഹൈറ്റിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സ്പീഡിൽ ഇങ്ങനെ മേലോട്ട് തുള്ളാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ കമ്പിന് പറയുന്ന പേര് പോൾ എന്നാ. ഈ പോളിന് ഊർജ്ജം എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ കൊണ്ട് കിട്ടിയ ഊർജ്ജം. കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമാണെന്ന് പറയാം. സ്ഥാനം മൂലം ഈ കാറില്ലേ, ഈ കാറിനിവിടെ സ്ഥാനം മൂലമാണ് സ്ഥിതികോർജ്ജം ലഭിച്ചത് എന്ന് പറഞ്ഞു. ഇങ്ങനെ സ്ഥാനം മൂലം വേറെ എന്തെങ്കിലും ഊർജ്ജം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അത് അണക്കെട്ടിനകത്തുള്ള വെള്ളത്തിന് കിട്ടുന്ന ഊർജ്ജം. അണക്കെട്ടിൻ്റെ അകത്തുള്ള വെള്ളം ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ ഇങ്ങനെ താഴെ കൊണ്ടുവന്ന് വളരെ ശക്തിയിൽ വരുന്ന വെള്ളത്തിനെ കൊണ്ട് ഈ ടർബൈൻ കറക്കിപ്പിച്ചിട്ടാണ് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്രയും വലിയ ടർബൈൻ കറക്കാനുള്ള ഊർജ്ജമൊക്കെ ഇത് എവിടുന്ന ഈ വെള്ളത്തിന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിലാണ് ഈ ഡാം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്നെല്ലാം വളരെ ഉയരത്തിലുള്ള പ്രദേശം തിരഞ്ഞെടുത്തിട്ട് അവിടെയാണ് നമ്മുടെ ഡാമുകളൊക്കെ ഉണ്ടാക്കുന്നത്, അണക്കെട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് അതിന് കിട്ടുന്ന സ്ഥിതികോർജ്ജം കൂടും. വീട്ടിലെ ടാങ്കില്ലേ, വാട്ടർ ടാങ്ക് എന്തിനാ നിലത്തൊന്നും വെക്കാണ്ട് വീട്ടിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വെച്ചിട്ടുള്ള വാട്ടർ ടാങ്ക് നിലത്ത് വെച്ചാൽ നമുക്ക് കഴുകാനും എടുക്കാനുള്ള എളുപ്പമല്ലേ. പക്ഷേ ഇത്രയും വലിയ ഉയരത്തിലേക്ക് കൊണ്ടുവച്ച് എന്തിനാ ഈ വാട്ടർ ടാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഉയരമാണോ കിട്ടുക, മാക്സിമം ഉയരത്തിൽ എവിടെയാണോ വെക്കാൻ പറ്റുക അവിടെയാണ് വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ടാവുക. എന്തിനാ ഇങ്ങനെ ഹൈറ്റിലേക്ക് കൊണ്ടുപോയി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനം മൂലം ആ വാട്ടർ ടാങ്കിലെ വെള്ളത്തിന് ഒരു ഊർജ്ജം കിട്ടും. അങ്ങനെ നല്ല ഹൈറ്റിലേക്ക് കൊണ്ടുവച്ച വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന് നല്ല ഊർജ്ജം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല സ്പീഡ് ഉണ്ടാവും, നല്ല ശക്തിയിലാണ് വരിക.
അങ്ങനെ നല്ല ശക്തിയിൽ വരാൻ വേണ്ടിയിട്ടാണ് മേലേക്ക് കൊണ്ടുവച്ച്. അങ്ങനെ മേലേക്ക് കൊണ്ടു വെക്കുമ്പോൾ ഇവിടെ നിലത്ത് വെക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് വെക്ക്. ഉയരത്തിലേക്ക് കൊണ്ടുപോയി വാർപ്പിൻ്റെ മേലെ നമ്മൾ ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനം ഇവിടെ. അപ്പോൾ സ്ഥാനം മാറിയില്ലേ? സ്ഥാനം ഭയങ്കര ഹൈറ്റിലേക്ക് പോയി, ഭയങ്കര ഉയരത്തിലേക്ക് പോയി, വളരെ ഉയരത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അതിന് കിട്ടുന്ന ഊർജ്ജം, അതിനെയാണ് നമ്മൾ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം എന്ന് പറയുക. അപ്പോൾ അണക്കെട്ടിനകത്തുള്ള ആ വെള്ളത്തിലെ ഊർജ്ജം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം. അതുപോലെ ഇപ്പോൾ പറഞ്ഞ വാട്ടർ ടാങ്കിലെ വെള്ളത്തിനുണ്ടാകുന്ന ഊർജ്ജം അതും സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം. ഈ കാറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കാറിന് എവിടെ നിന്ന് ഊർജ്ജം കിട്ടിയത്? അത് സ്ഥിതികോർജ്ജം. ഇത്രയും ഹൈറ്റിലുള്ളത്. അപ്പോൾ ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട്, ഇത്രയും ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ കാറിലൊരു ഊർജ്ജം വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, തെങ്ങിന് മുകളിൽ നിൽക്കുന്ന തേങ്ങയിലെ ഊർജ്ജം അല്ലെങ്കിൽ ഓലയിലെ ഊർജ്ജം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? തെങ്ങിന് മുകളിൽ നിൽക്കുന്ന തേങ്ങ അല്ലെങ്കിൽ പ്ലാവിന് മുകളിൽ നിൽക്കുന്ന ചക്ക അല്ലെങ്കിൽ മാവിന് മുകളിൽ നിൽക്കുന്ന മാങ്ങ, ഇതിലൊക്കെയുള്ള ഊർജ്ജം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ഥിതികോർജ്ജമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം. എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ, ഒരു വലിയ തെങ്ങുണ്ട്, ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് വേറൊരു തെങ്ങുണ്ട്, അതൊരു ചെറിയ തെങ്ങാന്നൊക്കെ വിചാരിക്കടേ. യെസ്, ഇതൊരു തെങ്ങാന്നായിരിക്കും. ഞാൻ ഇവിടെ നിൽക്കുക, ഈ ചെറിയ തെങ്ങിൻ്റെ ചോട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു തേങ്ങ വന്ന് വീണാൽ ഈ ചെറിയ ഹൈറ്റ്, കുറഞ്ഞ ഹൈറ്റിൽ നിന്നാണ് തേങ്ങ വന്ന് വീഴുന്നതെങ്കിൽ എനിക്കുണ്ടാകുന്ന വേദന കുറവായിരിക്കും. നേരെ ഇപ്പുറത്ത് വന്ന് ഒരു പ്രാവശ്യം തേങ്ങ വീണിട്ടൊന്നും എനിക്ക് മതിയായില്ല, ഞാൻ അടുത്ത തെങ്ങിൻ്റെ ചോട്ടിൽ വന്ന് നിന്ന് കൊടുത്തു, അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നിന്നൊരു തേങ്ങ വന്ന് എൻ്റെ മണ്ടയ്ക്കോട്ട് വീണു. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ലോണം വേദനയാവും. നല്ലോണം വേദനയാക്കാൻ വേണ്ടിയുള്ള ഇത്രയും ഊർജ്ജം ഈ തേങ്ങ എവിടെ നിന്ന് കിട്ടി? ആ വലിയ തേങ്ങേനെ കൊണ്ട് അതല്ല, ചിലപ്പോൾ തേങ്ങേൻ്റെ വലുപ്പം വ്യത്യാസം ഉണ്ടാവും. അതല്ല നമ്മളിവിടെ നോക്കുന്നത്, രണ്ടും ഒരേപോലത്തെ തേങ്ങ വീണതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആകെ വ്യത്യാസം വന്നത് എന്താ? ഈ ഉയരത്തിൻ്റെ കാര്യത്തിലല്ലേ. ഉയരം കൂടിയതുകൊണ്ട് ഇപ്പുറത്തുള്ള ഈ ഒന്നാമത്തെ തെങ്ങ്, ഇത് രണ്ടാമത്തെ തെങ്ങാണെങ്കിൽ ഒന്നാമത്തെ തെങ്ങിൽ ഭയങ്കര ഉയരമുണ്ട്, നല്ല ഉയരമുള്ളത് കൊണ്ട് അതിൽ നിന്ന് വീഴുന്ന തേങ്ങയ്ക്കും നല്ല ഊർജ്ജം ഉണ്ടാവും. അപ്പോൾ ഉയരം കൂടുമ്പോൾ നല്ല ഊർജ്ജം കിട്ടിയിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുക, തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന തേങ്ങയിലുള്ള ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജം എന്നുണ്ടാവും, ഗതികോർജ്ജം എന്നുണ്ടാവും ഓപ്ഷനിൽ. യെസ്, അത് സ്ഥിതികോർജ്ജം. കൃത്യമായിട്ട് പറഞ്ഞാൽ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം. കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞാൽ അമ്പും വില്ലിൻ്റെ കാര്യം ആലോചിക്കുക, സ്പ്രിങ്ങിൻ്റെ കാര്യം ആലോചിക്കുക, പോൾ വാൾട്ടിൻ്റെ കാര്യം ആലോചിക്കുക. ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഈ റബ്ബർ ബാൻഡ് വലിച്ച് വെച്ച് കഴിഞ്ഞാൽ, വലിച്ചു വെച്ചിട്ട് അങ്ങ് വിട്ട് കളഞ്ഞാൽ തിരിച്ച് കയ്യിലേക്ക് തന്നെ തിരിച്ചു വരും, അല്ലെങ്കിൽ പഴയ കോലത്തിലേക്ക് തന്നെ തിരിച്ചു വരും. അതിനുള്ള ഊർജ്ജം എവിടെ നിന്ന് കിട്ടി? യെസ്, അത് കോൺഫിഗറേഷൻ മൂലം കിട്ടിയ ഊർജ്ജം. കോൺഫിഗറേഷൻ മൂലം കിട്ടിയ സ്ഥിതികോർജ്ജം, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്, ഒരു പട്ടിക. ഇതിൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്കെന്ത് പറയാം? വാട്ടർ ടാങ്കിലെ വെള്ളത്തിലുള്ള അല്ലെ ജലത്തിലുള്ള ഊർജ്ജം പറയാം. രണ്ടാമത്തത് അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ അടുത്ത് പിടിച്ചോ, അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിലുള്ള ഊർജ്ജം പറയാലോ. പിന്നെ അത്രയും ഉയരത്തിലുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? യെസ്, സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം കിട്ടുന്ന മൂന്നാമത്തെ പോയിന്റ് ഇത് പിടിച്ചോ, തെങ്ങിന് മുകളിലുള്ള തേങ്ങയിലെ ഊർജ്ജം. പറഞ്ഞൂടെ? നേരെ കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജത്തിലേക്ക് പോവുകയാണെങ്കിൽ, കോൺഫിഗറേഷൻ മൂലം എന്ന് പറഞ്ഞാൽ ഷേപ്പ് മാറുന്നത് ആലോചിച്ചാൽ മതി. ഒന്നാമത് നമ്മൾ എന്ത് തന്നെ പറയാം? അമ്പും വില്ലിൻ്റെ അകത്തുള്ള അമ്പിന് കിട്ടുന്ന ഊർജ്ജം, കോൺഫിഗറേഷൻ മൂലമുള്ള ഊർജ്ജം. രണ്ടാമത്തെ പോയിന്റ് റബ്ബർ ബാൻഡ്, വലിച്ചു നിർത്തിയ റബ്ബർ ബാൻഡിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജം. മൂന്നാമത്തതായിട്ട് നമുക്ക് എന്ത് പറയാം? അമർത്തി വെച്ച സ്പ്രിങ്ങിലെ ഊർജ്ജം. യെസ്, അത് കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം. ഇത് മൊത്തം സ്ഥിതികോർജ്ജം. അതിൽ ആദ്യം പറഞ്ഞ 3 പോയിന്റ് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജവും പിന്നെ പറഞ്ഞ 3 പോയിന്റ് കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമാണ്. കുറേ നേരമായില്ലേ സ്ഥിതികോർജ്ജം എന്നൊക്കെ പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ പിടിച്ചോ, സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാൻ സ്ഥിതികോർജ്ജത്തിന് ഇംഗ്ലീഷിൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുക. ഇവിടെ പൊട്ടൻഷ്യൽ ഇവിടെ കാണുന്നുണ്ട്, ഇയും കാണുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുക. പൊട്ടൻഷ്യൽ എനർജി. ഞങ്ങൾക്ക് എന്തിനാണ്, ഞങ്ങൾ മലയാളം മീഡിയം, ഞങ്ങൾക്ക് ഇംഗ്ലീഷൊന്നും വേണ്ട എന്ന് പറഞ്ഞൊന്നും ശരിയാവില്ല. ഇതാ പിടിച്ചോ, പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ ആദ്യത്തെ അക്ഷരം പി അല്ലേ? പി. എനർജി ആദ്യത്തെ അക്ഷരം ഇ അല്ലേ? അപ്പോൾ ഇ പി ഈ രീതിയിൽ വേണം എഴുതാൻ. വലിയ ഇ എഴുതുക, ഈനെ വലുതാക്കി എഴുതുക, അതിൻ്റെ ചോട്ടിലായിട്ട് പി എഴുതുക. ഇ പി എന്ന് പറയുന്ന അക്ഷരം, ഈ 2 അക്ഷരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ഥിതികോർജ്ജത്തെ കാണിക്കുക. അപ്പോൾ സ്ഥിതികോർജ്ജം ഇംഗ്ലീഷിൽ പൊട്ടൻഷ്യൽ എനർജി ആണെന്നുള്ള ചുമ്മാ ഒന്ന് ആലോചിച്ച് വെച്ചോ, അല്ലാണ്ട് ഇ പി എഴുതുന്ന വന്നൊന്നും തിരിയില്ല. യെസ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി.
അതാണ് പി ഇ. നമ്മൾ പറയുമ്പോൾ ഇ പി എങ്ങനെ കണ്ടുപിടിക്കാം? എന്ന് വെച്ചാൽ സ്ഥിതികോർജ്ജം എങ്ങനെ കണ്ടുപിടിക്കാം? സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഇതാ പിടിച്ചോ. ഇ പി സമം എം ജി എച്ച്. ഇ പി സമം എം ജി എച്ച്. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ എം ജി എച്ചിനാ? യെസ്, കണ്ടിട്ടുണ്ട്. ഡബ്ല്യു സമം എം ജി എച്ച്. ഡബ്ല്യു സമം എം ജി എച്ച്. ഇ പി സ്ഥിതികോർജ്ജം ഇ പി സമവും എം ജി എച്ച്. നമുക്ക് ഊർജത്തിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ ജൂള് പറഞ്ഞ്, അതുപോലെ പ്രവൃത്തിയുടെ യൂണിറ്റും ജൂള് തന്നെ. പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യം എം ജി എച്ച്. സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള സമവാക്യമോ അതും എം ജി എച്ച്. അപ്പോൾ പ്രവൃത്തി ഊർജ്ജം തമ്മിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സംഗതിയാണ്. നല്ല കണക്ഷനുണ്ട്. ഒരു വസ്തുവിനെ തറയിൽ ഇങ്ങനെ ഒരു വസ്തു നിൽക്കുന്നുണ്ട്. ഈ വസ്തുവിനെ തറയിൽ നിന്ന് ഇങ്ങനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകണം. എത്രയോ ഒരു സെർട്ടൻ ഉയരത്തിലേക്ക് കൊണ്ടുപോകണം. ഒരു എച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അത്രയും ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യമേനും എം ജി എച്ച്. റെഡി? എം ജി എച്ച്. ഇതേ സമവാക്യം തന്നെയാണ് ഈ ഹൈറ്റിലുള്ള ഇത്രയും ഉയരത്തിലുള്ള ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള സമവാക്യം. ഇതെന്നല്ല, ഇത് എച്ച് ആണ്. റെഡി? എം ജി എച്ച് തന്നെയാണ് സ്ഥിതികോർജ്ജത്തിൻ്റെയും സമവാക്യം. നമ്മുടെ ഫ്ലോ ചാർട്ടിലേക്ക് ഒന്ന് തിരിച്ചു വരുന്നത്. യാന്ത്രികോർജ്ജം എന്താണെന്ന് പഠിച്ച്, സ്ഥിതികോർജ്ജം എന്താണെന്ന് പഠിച്ച്. സ്ഥിതികോർജ്ജം സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം ഉണ്ട്, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജം ഉണ്ട്. പിന്നെ സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാൻ നമ്മൾ എം ജി എച്ച് എന്ന സമവാക്യം ഉപയോഗിക്കും. അതുപോലെ സ്ഥിതികോർജ്ജത്തെ നമ്മൾ ഏത് അക്ഷരം ഉപയോഗിച്ചാണ് കാണിച്ചത്? ഇ പി എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരാൾ നമ്മളിവിടെ ബാലൻസ് ആയി കിടക്കുന്നുണ്ട്, അത് ഗതികോർജ്ജമാണ്. കണ്ടോ, ഗതികോർജ്ജം ബാലൻസ് ആയി ഇങ്ങനെ കിടക്കുക. ഗതികോർജ്ജം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർമ്മയുണ്ടോ നേരത്തെ പറഞ്ഞത്? വസ്തുക്കൾക്ക് അതിൻ്റെ ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം എന്ന് പറഞ്ഞ് ½ അവിടെ നിൽക്കട്ടെ, അതൊന്ന് കേട്ടിരുന്നാൽ മതി തൽക്കാലം. അപ്പോൾ അതിൻ്റെ മുന്നേ ½ വരുന്നതിന് മുന്നേ സ്ഥിതികോർജ്ജത്തിനെ നമ്മൾ ഇ പി എന്ന് പറഞ്ഞ് സൂചിപ്പിച്ച്. അങ്ങനെയാണെങ്കിൽ ഗതികോർജ്ജത്തെ എങ്ങനെ സൂചിപ്പിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇ കെ ആണ് എന്ന് പഠിച്ചു വെക്കുക. എന്താ ഇയും കെയും? ഇ എന്ന് പറഞ്ഞാൽ എനർജിയാ. ഇ ഊർജ്ജത്തിനെ പൊതുവായിട്ട് വെറുതെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ അത് ഇ. സ്ഥിതികോർജ്ജം സ്പെഷ്യലായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ, സ്ഥിതികോർജ്ജം എന്ന് പറയുകയാണെങ്കിൽ അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇ പി ഉപയോഗിച്ചിട്ട് നമ്മൾ കാണിക്കും. ഇനി ഗതികോർജ്ജത്തിന് ഇംഗ്ലീഷിൽ കൈനറ്റിക് എനർജി എന്ന് പറയും. കൈനറ്റിക് കെ, എനർജി ഇ, കൈനറ്റിക് കെ ഇ. അല്ലെങ്കിൽ ഇ കെ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്, ഗതികോർജ്ജമാണ്. കൈനറ്റിക് എനർജി നമ്മൾ പഠിക്കണ്ട, പക്ഷെ അക്ഷരം എവിടെ നിന്നാണ് വന്നുള്ളത് പറയണ്ടേ. യെസ്, കൈനറ്റിക് എനർജിയാണ്, അത് ഇ കെ ആണ്. ഇ കെ എങ്ങനെ കണ്ടുപിടിക്കാം? ½ ഇ കെ സമം ½ കണ്ടോ, ഗതികോർജ്ജത്തിൻ്റെ ബ്രാക്കറ്റിൽ കൈനറ്റിക് എനർജി. വസ്തുക്കൾക്ക് ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ചലനം മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം, കൈനറ്റിക് എനർജി ഇ കെ. ഇ കെ കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഇ കെ സമം എന്ന് വലുതാക്കി എഴുതാം, കെ എന്ന് അതിൻ്റെ ചോട്ടിൽ എഴുതാം. ഇ കെ സമം ½ ഇത് എവിടെ നിന്ന് വന്നു എന്നൊക്കെ നമ്മൾ പഠിക്കണം, അതിലേക്ക് വരാം. പക്ഷേ അത് ഇപ്പോൾ പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് ബാക്കി ഗതികോർജ്ജം മുതൽ അടുത്ത ഫുൾ കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ മുന്നേ ഈ ഇക്വേഷൻ കയ്യിലുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന ചെറിയൊരു കുഞ്ഞു സാധനമുണ്ട്. ഇതാ പിടിച്ചോ. ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞു ഗതികോർജ്ജം ഇ കെ ആണ്. ഇ കെ കണ്ടുപിടിക്കാനുള്ള സമവാക്യം ½ ½ എന്ന് പറഞ്ഞാൽ കൊച്ചിനും കൂടി സുഖം. അപ്പോൾ ½ ഇവിടെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി നല്ലോണം പറയും. ഇപ്പോൾ തൽക്കാലം ഇതൊന്ന് കേട്ടിരിക്കുക. ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഈ സമവാക്യം കയ്യിലുണ്ടെങ്കിൽ, ഇ കെൻ്റെ സമവാക്യം, ഗതികോർജ്ജത്തിൻ്റെ സമവാക്യം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്തൊക്കെയാണ് ഇതിനെ സ്വാധീനിക്കുന്നതെന്ന്. ഇവരൊന്ന് പറഞ്ഞിരിക്കുന്നത് വസ്തുവിൻ്റെ മാസ്സാണ്. കണ്ടോ, വസ്തുവിൻ്റെ മാസ് ഇതാ ഇവിടെ ഉണ്ട്, മാസ് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട്, പ്രവേഗം വി അന്ത്യപ്രവേഗം അല്ലെങ്കിൽ പ്രവേഗം എന്നൊക്കെ പറയും. അപ്പോൾ മാസ് സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ വസ്തുവിൻ്റെ പ്രവേഗവും ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഗതികോർജ്ജവും ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലുണ്ടാവും. ഇത് വെറുതെ ഒന്ന് പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം. താങ്ക് യു.